എലപ്പുള്ളി കൊട്ടിൽപ്പാറയിൽ ഇനി മുതൽ കൃത്യതാ കൃഷി. എലപ്പുള്ളി ഗ്രാമപഞ്ചായത്തിലെ ആദ്യ പച്ചക്കറി ക്ലസ്റ്ററാണ് കൊട്ടിൽപ്പാറ ശാലോം പച്ചക്കറി സംഘം. 30 ഏക്കറിൽ അധികം സ്ഥലത്താണ് ഇവിടെ പച്ചക്കറി കൃഷി നടത്തുന്നത്. ഏകദേശം എല്ലാ ഇനം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നു. ഈ കർഷകരെ സംഘടിപ്പിച്ചാണ് ക്ലസ്റ്റർ പ്രവർത്തനം ആരംഭിച്ചത്. തുടർന്ന് ഇവർക്ക് തൊഴിലുറപ്പ് സേവനം, വിവിധ സാമ്പത്തിക സഹായം, സ്ഥിരം പന്തൽ എന്നിവ നൽകി. ഇപ്പോൾ ഏറ്റവും നൂതന കൃഷിരീതിയായ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് വിത്ത് മൾച്ചിംഗ് എന്ന സാങ്കേതികവിദ്യയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ സ്ഥാപിച്ച് അതിനു മുകളിലായി പ്ലാസ്റ്റിക് മൾച്ചിംഗ് നടത്തി പച്ചക്കറി തൈകൾ നടുന്നു. ട്രിപ്പിലൂടെ ജലത്തിൽ അലിയുന്ന രാസവളങ്ങൾ ഫെർട്ടിഗേഷൻ രീതിയിൽ ചെടിയുടെ വേരുപടലത്തിലേക്ക് തുള്ളി നനയിലൂടെ നേരിട്ടെത്തിക്കുന്നു. ഇതിലൂടെ ചെടിക്ക് ആവശ്യമായ തോതിൽ മാത്രം പോഷകഘടകങ്ങൾ കൃത്യതയോടെ ചെടിക്ക് വലിച്ചെടുക്കുവാനും സാധിക്കുന്നു. ഒപ്പം ആവശ്യമായ ഈർപ്പവും സ്ഥിരമായി നിലനിർത്തുവാൻ സാധിക്കുന്നു. പ്ലാസ്റ്റിക് മൾച്ചിങ്ങിലൂടെ കളകളെ പ്രതിരോധിക്കുന്നതിനും മണ്ണിന്റെ കൃത്യമായ ഊഷ്മാവ് നിലനിർത്തുന്നതിനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂലിച്ചിലവനത്തിൽ വലിയ ലാഭവുമുണ്ടാകുന്നു. വലിയ ആഹ്ലാദത്തിലാണ് കൊട്ടിൽപ്പാറയിലെ കർഷകർ. അസംഘടിതരായും സാങ്കേതിക നിർദ്ദേശങ്ങളില്ലാതെയും കൃഷി ചെയ്തിരുന്ന നാളുകളിൽ നിന്ന് നൂതന സാങ്കേതിക വിദ്യകൾ അടങ്ങുന്ന പദ്ധതികൾ ലഭ്യമാക്കുന്നതിൽ ആശ്വാസത്തിലാണ് അവർ. ആദ്യഘട്ടത്തിൽ 10 ഏക്കർ സ്ഥലത്താണ് കൃത്യതാ കൃഷി നടപ്പാക്കുന്നത്. വരും നാളുകളിൽ കൃത്യതാ കൃഷിരീതികൾ കൂടുതൽ കൃഷിയിടങ്ങളിലേക്ക് വ്യാപിക്കുമെന്നും എലപ്പുള്ളിയിൽ പുതിയ പച്ചക്കറി ഗ്രൂപ്പുകൾ കൃഷി ആരംഭിക്കുമെന്നും കൃഷി ഓഫീസർ BS വിനോദ് കുമാർ അറിയിച്ചു. കൊട്ടിൽപ്പാറ അരുൾ ജോസ് എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ നടന്ന ചടങ്ങ് എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ണിനും കാലാവസ്ഥയ്ക്കും എന്താണോ അനുയോജ്യമായത് അത് കൃഷി ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്, എനിക്കറിയാം ഈ കിഴക്കൻ മേഖലയിൽ പൊതുവെ പാലക്കാട് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് കർഷകരുണ്ട്. ഇവിടെ നിന്നല്ലേ നമ്മൾ ഈ ആലത്തൂർക്കൊക്കെ ചീരവിത്ത് കൊടുക്കുന്നത് അല്ലേ? നമ്മൾ ചീരവിത്ത് നമ്മൾ ആലത്തൂർ സംസ്ഥാന വ്യാപകമായി വിതരണം ചെയ്യുന്നതിനുള്ള ചീരവിത്ത് കൊടുക്കുന്നത് പോലും നമ്മുടെ കർഷകർ ഉത്പാദിപ്പിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വളരെയേറെ അഭിമാനകരമായിട്ടുള്ള. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ റാണി പദ്ധതി വിശദീകരണം നടത്തി. വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അജി S ആനന്ദ്, വേലായുധൻ മാഷ് എന്നിവർ സംസാരിച്ചു.